അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇഫ് എൽസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇനിയിപ്പം മൾട്ടിപ്പിൾ കണ്ടീഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ നോക്കി ജസ്റ്റ് സിംഗിൾ കണ്ടീഷന് അത് ആ കണ്ടീഷൻ വർക്ക് ആണെങ്കിൽ ആ ഒരു പീസ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഇല്ല. സോ ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. സോ പൈത്തോൺ ഫയൽ ഇയറാണ്. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് എന്നൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആദ്യം തന്നെ നമുക്ക് യൂസറോട് ഒരു ഇൻപുട്ട് ചെയ്യാൻ പറയാം. ഓക്കെ, ഈ ഒരു കോഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം എന്താ പറയുക, ഇപ്പം നമുക്കൊരു കോഡ് എഴുതാം. അതായത് യൂസർ എൻ്റർ ചെയ്യുന്ന കൺട്രി ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ, അല്ലെങ്കിൽ സിറ്റി നമുക്ക് നോക്കാം. ഓക്കെ, യൂസർ എൻ്റർ ചെയ്യുന്ന സിറ്റിയെ ഒരു കപ്പിൾ ഓഫ് സിറ്റീസ് ഞാൻ കൊടുക്കാം. ആ സിറ്റി ആണെങ്കിൽ ഇത്ര % ടാക്സ് അടയ്ക്കേണ്ടത്, ഇല്ലെങ്കിൽ ടാക്സ് ജാസ്തി അടയ്ക്കേണ്ടി വരും. അങ്ങനത്തെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു കോഡ് നമുക്ക് നോക്കാം. സോ അത് ഞാൻ യൂസറോടൊരു സിറ്റി എൻ്റർ ചെയ്യാൻ പറയണം. ഓക്കെ, അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ എൻ്റർ സിറ്റി, ആ എൻ്റർ ചെയ്യുന്ന സിറ്റി ഞാൻ സിറ്റി എന്നൊരു വേരിയബിൾ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇനീഷ്യലൈസ് ചെയ്യാണ്. ടാക്സ് ഈക്വൽ ടു 0 എന്നൊരു ഇനീഷ്യലൈസ് ചെയ്യണം. അത് കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ചെയ്തത്. സോ ഇഫ് സിറ്റി ഈക്വൽ ടു എന്താ പറയുക, കൊച്ചി ആണെങ്കിൽ പ്രിന്റ് വേണ്ട, കൊച്ചി ആണെങ്കിൽ ടാക്സ് ഈക്വൽ ടു 0.01 കൊടുക്കാം. ഓക്കെ, അതല്ല ഇഫ് സിറ്റി ഈക്വൽ ടു ബാംഗ്ലൂർ ആണെങ്കിൽ ടാക്സ് ഈക്വൽ ടു 0.02 കൊടുക്കുക. അതല്ല ഇഫ് സിറ്റി ഈക്വൽ ടു ദുബായ് ആണെങ്കിൽ ടാക്സ് ഈക്വൽ ടു 2 കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഔട്ട്സൈഡ് ആണ് ഞാൻ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഔട്ട്സൈഡ് ഞാൻ പ്രിന്റ് ചെയ്യാം. സോ യൂസർ എൻ്റർ ചെയ്യുന്ന സിറ്റി എന്താണോ, കൊച്ചി അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ദുബായ്, ഈ മൂന്നിൻ്റെ അകത്ത് ഏതാണോ യൂസർ എൻ്റർ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് നമുക്കൊരു ഇത് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇഫ് കൊച്ചി ആണെങ്കിൽ ഇത്, ഇഫ് ബാംഗ്ലൂർ ആണെങ്കിൽ ഇഫ് ദുബായ്. ലാസ്റ്റ് ടൈം നമ്മൾ നോക്കാം ഇഫ് എൽസ് മാത്രം, ഒരു കണ്ടീഷൻ ഒരു ഇത് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ ഞാൻ ഔട്ട്പുട്ട് ഞാൻ കൊച്ചി കൊടുക്കുകയാണ്. 0.01. ഓക്കെ, അതേപോലെ തന്നെ ഒന്നുകൂടി റൺ ചെയ്യാം. ഞാൻ ദുബായ് കൊടുക്കുകയാണ്. സോ 2, എന്താ വെച്ചാൽ ദുബായിൻ്റെ ടാക്സ് 2 ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ടാക്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണം. അപ്പം ഇനീഷ്യലായിട്ട് ഞാൻ 0 ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇഫ് കൊച്ചി ആണെങ്കിൽ ടാക്സിൻ്റെ വാല്യൂ 0.01 വരുന്നു. പിന്നെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ഫോൾസ് ആണ്. സോ എത്രയാണോ ടാക്സിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നത് അത് പ്രിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതേ സംഭവം നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഈ ഇഫ് എന്ന് പറയുന്നത്, ഇഫ് ഉപയോഗിച്ചിട്ട് ഇത് ശരിക്കും എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ കൂടുതൽ റൺ ടൈം എടുക്കുന്നതാണ് തോന്നുന്നത്. ഇഫ് കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല എക്സാക്റ്റ് ആയിട്ട്, പക്ഷേങ്കിൽ ഇത് നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റും. എലിഫ് എന്ന് പറഞ്ഞൊരു ഇൻബിൽറ്റ് ഫംഗ്ഷൻ ഇവിടെയും സെയിം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇഫ് കൊച്ചി അല്ലെങ്കിൽ എൽസ് ഇഫ് ബാംഗ്ലൂർ ആണോ, അതുമല്ല ബാംഗ്ലൂർ അല്ലെങ്കിൽ ദുബായ് അല്ലെങ്കിൽ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്യാം. എൻ്റെ സിറ്റി ബാംഗ്ലൂർ കൊടുക്കുകയാണ്, 0.02 വരുന്നുണ്ട്. സോ എൽഎഫ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ ഒരൊറ്റ ഇഫ് കണ്ടീഷൻ മതി. മിക്കതൊക്കെ നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് എൽസ് ഇഫ്, അത് എലിഫിൻ്റെ ഫുൾ ഫോമാണ് എൽസ് ഇഫ്
ഈ ഒരു കണ്ടീഷനാണോ നോക്കുന്നു, എൽസ് ഇഫ് ഈ ഒരു കണ്ടീഷനാണോ നോക്കുന്നു. ഓക്കെ, സോ ഒരൊറ്റ ഇഫ് വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഈ ഒരു ഇത് വരുന്നത്. ഇവിടെ ഇപ്പം വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ 3 സിറ്റി അല്ലാതെ, അല്ലെങ്കിൽ യൂസർ ഈ 3 സിറ്റി അല്ലാതെ വേറൊരു സിറ്റി കൊടുക്കുകയാണ്, ഡൽഹിന്നോ അല്ലെങ്കിൽ മുംബൈ എന്നൊക്കെ കൊടുക്കുകയാണ്. അപ്പം എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? ട്രൈ ചെയ്യാം. 0 ആണ് വരുന്നത്. ഓക്കെ, എന്തുകൊണ്ട് 0 വരുന്നത് വെച്ചാൽ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിരുന്നത് ടാക്സ് ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, സോ പക്ഷെങ്കിൽ എന്താ പറയുക, എനിക്ക് വേറെ ഏത് സിറ്റി ആണെങ്കിലും ഔട്ട്സൈഡ് കൺട്രിയോ അല്ലെങ്കിൽ വേറെ ഏത് സിറ്റി യൂസർ കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടാക്സ് പേ ചെയ്യണം, പ്രിന്റ് ചെയ്യണം എന്ന് വെച്ചു. സോ അതിനെന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എൽസ് വേറെ ഏതാണെങ്കിലും പ്രിന്റ് ടാക്സ് ഈക്വൽ ടു ഇത് ഞാൻ കൊടുക്കുകയാണ്. നമുക്ക് ഇവിടെ ഞാൻ കൊടുക്കുകയാണ്, ഡൽഹി കൊടുക്കുകയാണ്. സോ ഡൽഹി ഈ ഞാൻ പറഞ്ഞ 3 സിറ്റി, ഞാൻ കൊടുത്ത 3 സിറ്റിൻ്റെ അകത്തും ഇല്ല. സോ ഡൽഹിൻ്റെ പെർസെൻറ്റേജ് 0.15. അത് ഏത് സിറ്റി കൊടുത്താലും 0.15 പ്രിന്റ് ചെയ്യും. ഈ 3 സിറ്റി അല്ലാതെ വേറെ ഏത് സിറ്റി കൊടുത്താലും 0.15 ടാക്സ് പ്രിന്റ് ചെയ്ത് വരും. ഇനി നമുക്ക് ഇത് വേറൊരു രീതിയിലും കൂടി നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെ നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ പറയുകയാണ്, ബാംഗ്ലൂർ ആയാലും കൊച്ചി ആയാലും എനിക്ക് ഒരേ ടാക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് ചെയ്യേണ്ട, അതായത് സെയിം ലോജിക്ക് പക്ഷേ വേറൊരു രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, അതെങ്ങനെ നമുക്ക് നോക്കാം. ഈക്വൽ ടു കൊച്ചി ഓർ ഓക്കെ സിറ്റി ഈക്വൽ ടു ബാംഗ്ലൂർ എന്ന് കൊടുക്കണം. ഓക്കെ, സോ ഇതിപ്പം എന്താ ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. കൊച്ചി കൊടുത്താൽ എന്താ വരുന്നത് നോക്കാം, ബാംഗ്ലൂർ കൊടുത്താൽ എന്താ വരുന്നത് നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. 0.01 വരുന്നുണ്ട്. റണ്ണിയാണ്. ബാംഗ്ലൂർ കൊടുത്താലും 0.01. ഈ ഓർ ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഓബ്വിയസ്ലി ആ ഒരു പീസ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ഒന്നെങ്കിൽ കൊച്ചി ട്രൂ ആവണം അല്ലെങ്കിൽ ബാംഗ്ലൂർ ട്രൂ ആവണം. അങ്ങനെയാണെങ്കിൽ ഓബ്വിയസ്ലി ഈ ഒരു കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ അതാണ് ആ ഒരു ഓർ ഓപ്പറേറ്ററിനെ കൊണ്ടുള്ളൊരു ഇത്. വേറൊരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ സംഭവം നമുക്ക് വേറൊരു രീതിയിലും കൂടി കൊടുക്കാൻ പറ്റും. അതായത് ഓക്കെ, ഇവിടെ തന്നെ ഞാൻ എഡിറ്റ് ചെയ്യാം. ഇഫ് സിറ്റി പിന്നെന്ന് പറയുകയാണ്, കൊച്ചി കൊടുക്കുകയാണ്. ഓക്കെ, ബാംഗ്ലൂർ കൊടുക്കുകയാണ്. ഇടാൻ മറക്കരുത്. ഓക്കെ, ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ സിറ്റീൻ്റെ ഉള്ളിൽ കൊച്ചി അല്ലെങ്കിൽ ബാംഗ്ലൂർ ഉണ്ടെങ്കിൽ ടാക്സ് ഇതാണ്. ഓക്കെ, ഔട്ട്പുട്ട് നോക്കാം. കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബാംഗ്ലൂർ കൊടുത്ത് നോക്കാം. ബാംഗ്ലൂരിൻ്റെ സ്പെല്ലിംഗ് റോങ് ആയതുകൊണ്ടാണ് ഈ ഒരു ഔട്ട്പുട്ട് ഇടുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്നത് ബാംഗ്ലൂർ അല്ലെങ്കിൽ കൊച്ചി അല്ലെങ്കിൽ ദുബായ് അല്ലെങ്കിൽ എൽസ്. സോ ഈ ഒരു ഇൻ ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ എന്താ പറയുക, ഈ ഞാൻ കൊടുക്കുന്ന ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന എന്താണോ നമുക്ക് കണ്ടീഷൻസ് വേണ്ടത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് വേണ്ടത്, താഴെ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡൽഹി വേണം ഡൽഹി കൊടുക്കാം, നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ലോജിക്ക് സെയിം ആണ്, പക്ഷേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്പ്രസിങ് ഇറ്റ്. വേറൊരു രീതി നമ്മൾ എക്സ്പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കിനി നെസ്റ്റഡ് ഇഫ് എന്താണെന്ന് നോക്കാം. നെസ്റ്റഡ് ഇഫിനെ പറ്റി നോക്കാം, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോവാം. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് കമൻറ്റ് ചെയ്യാണ്. കമൻറ്റ് ചെയ്തിട്ട് ആദ്യം ഞാൻ
യൂസറോട് കൺട്രി എൻ്റർ ചെയ്യാൻ പറയണം. യൂസറോട് കൺട്രിയും സിറ്റിയും എൻ്റർ ചെയ്യാൻ പറയണം ഞാൻ ആദ്യം. യൂസർ ഇപ്പോൾ ഇന്ത്യക്കാരനാണെങ്കിൽ മാത്രം നമ്മൾ സിറ്റി നോക്കിയാൽ മതിയല്ലോ. സോ ആ ഒരു കണ്ടീഷൻ ഞാൻ കൊടുക്കുകയാണ്. ഈക്വൽ ടു എല്ലാം ഞാൻ ലോവറിലേക്ക് കൊടുക്കാം. ലോവർ ഈക്വൽ ടു എന്താ പറയുക, ഇന്ത്യ ആണെങ്കിൽ, ഓക്കെ, ഇന്ത്യ ആണെങ്കിൽ അടുത്ത ഇഫ് കണ്ടീഷൻ നമുക്ക് നോക്കാം. ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിലുള്ള സിറ്റി ആണോ നമുക്ക് നോക്കാം. ഓക്കെ, ഇഫ് സിറ്റി ഇൻ കൊച്ചി ആണോ, അല്ലെങ്കിൽ ബാംഗ്ലൂർ ആണോ, അല്ലെങ്കിൽ ഡൽഹി ആണോ എന്ന് നോക്കാണ്. കോളിടാൻ മറക്കരുത്. ആണെങ്കിൽ ടാക്സ് ഈക്വൽ ടു 0.05. അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഒരു ബാക്ക് സ്പേസ് നിൽക്കുകയാണ്. എന്താ വെച്ചാൽ നമുക്ക് ആ ഇഫിൻ്റെ അണ്ടറിലല്ല വരുന്നത്, ഇവിടെയാണ് വരുന്നത്. എലിഫ് സിറ്റി ഈക്വൽ ടു ചെന്നൈ. ചെന്നൈ ആണോ നോക്കുകയാണ്. ചെന്നൈ ആണെങ്കിൽ ടാക്സ് ഈക്വൽ ടു 1. ഓക്കെ, സോ സിറ്റി ഇതൊന്നുമല്ലെങ്കിൽ, ഓക്കെ, സിറ്റി ഇതൊന്നുമല്ലെങ്കിൽ എൽസ് ഞാൻ കൊടുക്കുകയാണ്. പ്രിന്റ് കൊടുക്കാം, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പ്രിന്റ് എൻ്റർ എന്നതർ സിറ്റി കൊടുക്കാം, അല്ലെങ്കിൽ റോങ് സിറ്റി എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, റോങ് സിറ്റി എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് സിറ്റിയുടെ എൽസ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു എൽസ് കൊടുക്കാം. കൺട്രിയും കൂടി ഒന്ന് കൊടുക്കാം. എൽസ് പ്രിന്റ് റോങ് കൺട്രി. ഓക്കെ, ഇതാണ് ഞാനിപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താ ഔട്ട്പുട്ട് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം ഞാൻ യൂസറോട് കൺട്രി എൻ്റർ ചെയ്യാൻ പറയാണ്, പിന്നെ യൂസറോട് സിറ്റി എൻ്റർ ചെയ്യാൻ പറയാണ്, പിന്നെ യൂസർ എൻ്റർ ചെയ്യുന്ന കൺട്രി ഇന്ത്യ ആണോ ചെക്ക് ചെയ്യണം. എല്ലാം ലോവർ കേസിലേക്ക് മാറ്റിയിട്ട് ഇന്ത്യ ആണോ ചെക്ക് ചെയ്യാണ്. ഇന്ത്യ ആണെങ്കിൽ യൂസർ എൻ്റർ ചെയ്ത് സിറ്റി കൊച്ചി ബാംഗ്ലൂർ ഡൽഹി ആണോ ചെക്ക് ചെയ്യണം. കൊച്ചി ബാംഗ്ലൂർ ഡൽഹി ആണെങ്കിൽ ടാക്സ് ഞാൻ 0.05 കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ചെന്നൈ ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. ചെന്നൈ ആണെങ്കിൽ ടാക്സ് ഞാൻ 1 കൊടുക്കുകയാണ്. ഈ 4 സിറ്റി ഞാൻ കൊടുത്ത സിറ്റീസ് ഒന്നും അല്ലെങ്കിൽ റോങ് സിറ്റി എന്ന് പ്രിന്റ് ചെയ്യണം. ഇപ്പോൾ കൺട്രി ഇന്ത്യ അല്ലെങ്കിൽ റോങ് കൺട്രി എന്ന് പ്രിന്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് എന്താ പറയുക, വേറൊരു കൺട്രി കൊടുത്തു നോക്കാം. ദുബായ് കൊടുക്കാം. എൻ്റെ സിറ്റി അതും ഞാൻ ദുബായ് കൊടുക്കാം. സോ റോങ് കൺട്രി എന്ന് തോന്നുന്നു. ബിക്കോസ് ഫസ്റ്റ് തന്നെ ഈ കണ്ടീഷൻ ബ്രേക്കായി. ഈ കണ്ടീഷൻ ബ്രേക്ക് ആയതുകൊണ്ട് ഉള്ളിലേക്ക് നമ്മൾ പോകുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ഈ കണ്ടീഷൻ്റെ എൽസിലേക്ക് പോവാണ്, അതായത് ഇവിടെ. ഓക്കെ, റോങ് കൺട്രി. ഒന്നുകൂടി റൺ ചെയ്യാം. ഞാൻ ക്യാപിറ്റൽ ലെറ്ററിൽ ഇന്ത്യ കൊടുക്കുകയാണ്. എൻ്റർ സിറ്റി ഞാൻ ദുബായ് കൊടുക്കുകയാണ്. ദുബായില്ലല്ലോ. സോ റോങ് സിറ്റി എന്ന് വരുന്നുണ്ട്. ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് ഞാൻ കൊടുത്തതെങ്കിൽ ഇവിടെ ഞാൻ ലോവർ ഉപയോഗിച്ചതുകൊണ്ട് അത് ലോവറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു കണ്ടീഷൻ, അതായത് ഫസ്റ്റ് ഇഫ് കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷൻ ട്രൂ ആവുകയും അതിൻ്റെ ഉള്ളിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകുന്നത് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യണം ദുബായ് ഉണ്ടോ. ഇതിൻ്റെ അകത്ത് ദുബായ് ഇല്ല, സോ ഇത് വരത്തില്ല. സോ എൽസ് ഇഫ് ദുബായ് ആണോ, ദുബായ് അല്ല. സോ അതൊന്നും അല്ലെങ്കിൽ ഡയറക്റ്റ് എൽസ് റോങ് സിറ്റി എന്ന് പ്രിന്റ് ചെയ്യുന്നു. സോ അതാണ് ഇവിടെ റോങ് സിറ്റി എന്ന് പ്രിന്റ് ചെയ്ത് വരുന്നത്. ഇനിയിപ്പോൾ ഒന്നുകൂടി റൺ ചെയ്യാം. വാലിഡ് ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കാം. ഇന്ത്യ കൊടുക്കുകയാണ്. കൺട്രി നമുക്ക് കൊച്ചി കൊടുക്കുകയാണ്. ഓക്കെ, ഒന്നും പ്രിന്റ് ചെയ്തില്ല. എന്താ വെച്ചാൽ ഞാൻ ടാക്സ് പ്രിന്റ് ചെയ്യാൻ മറന്നുപോയി. ഞാനിവിടെ ടാക്സ് പ്രിന്റ് ചെയ്യാം.
ഇന്ത്യ എന്നൊരു കണ്ടീഷൻ ട്രൂ ആവുന്നു. കൊച്ചി ഉണ്ടോ നോക്കുന്നു, കൊച്ചി ഉണ്ടെങ്കിൽ ആ ഒരു ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ എന്തൊക്കെ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ടാക്സ് 5% ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 5% ആക്കുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. അതാണ് നെസ്റ്റഡ് ഇഫ്. ഓക്കെ, ഇഫ് ഈ കൺട്രി ട്രൂ ആണെങ്കിൽ ഈ ഒരു ഇഫ് അതാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത് ഒരു പീസ് ഓഫ് കോഡ്. അതേപോലെ തന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ കുറച്ചും കൂടി ബ്രില്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതായത് കൺട്രി ഇന്ത്യ ആണെങ്കിൽ മാത്രം സിറ്റി ചോദിച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ വെറുതെ എന്തിനാ സിറ്റി ഒക്കെ ടൈപ്പ് ചെയ്ത് യൂസറിൻ്റെ വേസ്റ്റ് ചെയ്യുന്ന ടൈം വേസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ യൂസറിനൊരു അതൊരു കംഫർട്ടബിൾ ആകത്തില്ല. അതായത് ഇപ്പം നിങ്ങൾ സൈനപ്പ് ഒക്കെ ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മൾ ഓൾറെഡി വാലിഡ് നെയിം കൊടുത്തില്ലെങ്കിൽ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തതിൻ്റെ സബ്മിറ്റ് കൊടുക്കുമ്പോഴാണ് പറയുന്നത് വാലിഡ് ഡീറ്റെയിൽസ് അല്ല, വാലിഡ് നെയിം അല്ല എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പ്രോബ്ലമാണ്, യൂസർക്ക് ഒരു ഇറിറ്റേഷൻ ആവും. സോ ആ വാലിഡ് നെയിം കൊടുത്താൽ മാത്രം അടുത്ത ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താൽ മതി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി യൂസർക്ക് കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഇഫ് കൺട്രി ടു ഇന്ത്യ ആണെങ്കിൽ യൂസറോട് എൻ്റർ ചെയ്യാൻ പറഞ്ഞാൽ മതി. ഓക്കെ, ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. കൺട്രി ഞാൻ പാകിസ്ഥാൻ കൊടുക്കുകയാണ്. ഓക്കെ, റോങ് കൺട്രി എന്ന് ഡയറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, റോങ് കൺട്രി. ഇപ്പം ഒന്നുകൂടി റൺ ചെയ്യാം. ഇന്ത്യ ആണെങ്കിൽ മാത്രം സിറ്റി എൻ്റർ ചെയ്യാൻ പറയാണ് ചെയ്യുന്നത്. ഓക്കെ, ബാംഗ്ലൂരിന് ടാക്സ് ഇവിടെയുണ്ട് 0.05. സോ അതൊക്കെ ശരിക്കും ലോജിക്ക്, നിങ്ങളുടെ ഒരു ഓരോരു ലോജിക്ക് വെച്ചിട്ട് ചെയ്യാം. വേറെ ഒന്നുമില്ല. മെയിനായിട്ട് ഇവിടെ നമുക്ക് ഇന്ന് ഉപയോഗിക്കാം, പിന്നെ ഓർ ഉപയോഗിക്കാം, ആൻഡ് ഉപയോഗിക്കാം, മെയിനായിട്ട് അത്രേ ഉള്ളൂ. ഇതാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. സോ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നോക്കാം.